നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്റർ ഡിറ്റർമിനൻസ് ആണ്. നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ഡിറ്റർമിനന്റിന്റെ വാല്യൂ കാണുക എന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെയാ കാണുന്നത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫൈൻഡ് ദ ഡിറ്റർമിനന്റ് ഓഫ് 2, 4, -5, -1. എങ്ങനെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാം? നമ്മൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. അപ്പോൾ 2 × -1 -2 -5 × 4 -20. Then -2 minus into minus plus ആവും +20. Then -2 + 20 നമുക്കറിയാം 20 - 2 അതായത് 18. ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം അല്ലെ. അതായത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് വീണ്ടും ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് 2/2 മെട്രിക്സിന്റെയാണ്. നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാനാണ്. അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Determinant of 3 -1 -2 0 0 -1 3 -5 0. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എലിമെന്റ് എഴുതുക. ഫസ്റ്റ് എലിമെന്റ് അതായത് A11 എന്നുള്ള എലിമെന്റ് ആരാണോ അത് എഴുതുക. ദെൻ ആ റോയും കോളും ഒഴിവാക്കുക. അത് വരുന്ന റോയും കോളും ഒഴിവാക്കുക. ദാറ്റ് ഈസ് 3 × 3 വരുന്ന റോയും കോളും ഒഴിവാക്കുക. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 0 × 0 -5 × -1 5. നെക്സ്റ്റ് നമുക്കറിയാം നമ്മൾ ഇടേണ്ട സൈൻ എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു ഓർഡറിലായിരിക്കും. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ഈ ഒരു ഓർഡർ. അതായത് ആദ്യത്തെ എലമെന്റ് പ്ലസ് പോസിറ്റീവ് ആയിരിക്കും, രണ്ടാമത്തെ എലമെന്റ് നെഗറ്റീവ്, മൂന്നാമത്തെ എലമെന്റ് പോസിറ്റീവ്. ആ ഒരു ഓർഡറിലായിരിക്കും വരുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ എഴുതി രണ്ടാമത്തെ എലമെന്റ് എന്ത് സൈനാ വരിക? മൈനസ്. നെക്സ്റ്റ് നമ്മൾ ഏതാ നമ്മളെ എലമെന്റ് നോക്കുക. അത് -1 ആണ്. അപ്പൊ -1 × ആ റോയും കോളും ഒഴിവാക്കുക. -1 വരുന്ന റോയും കോളും ഒഴിവാക്കുക. സമയത്ത് നമുക്ക് 0 - 0 0 -3 × -1 -3 എന്ന് കിട്ടും. നെക്സ്റ്റ് നമ്മൾ ഇടേണ്ട സൈൻ പ്ലസ്. പ്ലസ് ഇൻറ്റു അടുത്ത എലമെന്റ് -2 ആണ്. അപ്പൊ -2 എന്ന് ഇടുക. അത് വരുന്ന റോയും കോളും ഒഴിവാക്കുക. അപ്പൊ ആ റോയും കോളും ഒഴിവാക്കുമ്പോൾ 0 × -5 0 -3 × 0 0 എന്ന് കിട്ടി. ഇനി ഇതിനെ നമ്മൾ ഒന്നും കൂടി സോൾവ് ചെയ്യുക. അപ്പൊ 3 × 0 - 5 -5 minus into minus plus 1 into 0 minus into minus 3 plus 3. Then plus into minus minus 2 into 0 0. നോക്കുക 3 into minus 5 minus 15 plus 1 into 3 3 minus 2, that is 2 into 0 0. Then minus 15 plus 3 equal to minus 12. നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഈ ഒരു മെട്രിക്സ് ഡിറ്റർമിനന്റ് ഈ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് -12 ആണെന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x if ഡിറ്റർമിനന്റ് 2 4 5 1 equal to determinant 2x 4 6x. അപ്പം രണ്ട് ഡിറ്റർമിനൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ വാല്യൂ എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കറിയാം ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സെന്ററിൽ മൈനസ് സൈൻ ഇടുക. 2 × 1 2 -5 × 4 20 ഈക്വൽ ടു അതേപോലെ തന്നെ നെക്സ്റ്റ് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × x 2x × x 2x² -6 × 4 24. Then 2 - 20 -18 equal to 2x² -24. Then 2x² അവിടെ വെച്ചിട്ട് -24 ഇവിടേക്ക് എടുക്കാം. അപ്പം -18 ഇവിടെ ഉണ്ട്, -24 ഇവിടെ വരുമ്പോൾ +24 എന്നാവും, ഈക്വൽ ടു 2x². That is 2x² equal to 24 - 18 എന്ന് പറയുമ്പോൾ 6. അങ്ങനെയാണെങ്കിൽ x² equal to എന്ത് വരും? 6/2. 6/2 equal to 3. Then x is equal to square root of 3. നമുക്കറിയാം സ്ക്വയർ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ സ്ക്വയർ റൂട്ട് ആവും. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 3 that is equal to ± സ്ക്വയർ റൂട്ട് 3 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. അപ്പൊ നമുക്കറിയാം x1 y1 x2 y2 x3 y3 എന്നിവയാണ് ഒരു ട്രയാങ്കിളിന്റെ വെർട്ടിസസ് എങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ half into x1 y1 1 x2 y2 1
x3 y3 1 എന്നാണ്. ഇതിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടും. അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പം ക്വസ്റ്റ്യൻ എഴുതാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ with vertices 1 0 6 0 and 4 3. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ആണ് കാണാൻ. അപ്പൊ നമുക്കറിയാം കാണാനുള്ള ഇക്വേഷൻ എന്താ? ഏരിയ ഈക്വൽ ടു ഹാഫ് മോഡ് x1 y1 1 x2 y2 1 x3 y3 1 which implies half into നമ്മൾ വാല്യൂസ് എഴുതുക അല്ലെ. അപ്പൊ 1 0 1 6 0 1 4 3 1 that is equal to half into നമുക്ക് ഡിറ്റർമിനന്റ് കാണാൻ നേരത്തെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ 1 0 1 6 0 1 4 3 1 എന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. സമയത്ത് നമുക്ക് നോക്കാം ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ്. ഇനി 1 ഇൻറ്റു ആ 1 വരുന്ന റോയും കോളും ഒഴിവാക്കുക. അപ്പം 0 ഇൻറ്റു 1 0 മൈനസ് 3 ഇൻറ്റു 1 3 ദെൻ മൈനസ് 0 ഇൻറ്റു 0 എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും 0 ആണ്. സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് 0 എന്നിട്ടാൽ മതി. നെക്സ്റ്റ് പ്ലസ് 1 ഇൻറ്റു ആ 1 വരുന്ന റോയും കോളും ഒഴിവാക്കുക. 6 ഇൻറ്റു 3 18 മൈനസ് 4 ഇൻറ്റു 0 0. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 0 മൈനസ് 3 മൈനസ് 3. അപ്പോൾ 1 ഇൻറ്റു മൈനസ് 3 മൈനസ് 3 0 നമുക്ക് നോക്കണ്ട. ദെൻ പ്ലസ് 1 ഇൻറ്റു 18 18. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 18 മൈനസ് 3 എന്ന് പറയുമ്പോൾ 15. നമുക്ക് എന്ത് ആൻസർ കിട്ടും? 15/2. Therefore, area of the triangle എന്ത് കിട്ടി? 15/2 എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് k. ഫൈൻഡ് the value of k if area of triangle is 4 square units. 4 square units. And the vertices are k0 4 0 0 2. നമുക്ക് ട്രയാങ്കിളിന്റെ വേർട്ടിസസ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട കെന്റെ വാല്യൂ എന്താണെന്നാണ്. നമുക്ക് വേർട്ടിസസും പിന്നെ അതിന്റെ ഏരിയ 4 സ്ക്വയർ യൂണിറ്റ്സ് ആണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കാം. ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ നമുക്കറിയാം. ഹാഫ് ഇൻറ്റു മോഡ് x1 y1 1 x2 y2 1 x3 y3 1. നമുക്ക് കൊടുക്കാം ഹാഫ് ഇൻറ്റു x1 y1 പകരം k0 1 x2 y2 പകരം 4 0 1 x3 y3 പകരം 0 2 1 ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളെ ഏരിയ എത്രയാണ്? 4 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 4 കൊടുക്കാം. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് നമ്മൾ സാധാരണ നേരത്തെ ഡിറ്റർമിനന്റ് കാണുന്ന പോലെ k ഇൻറ്റു k വരുന്ന റോയും കോളും ഒഴിവാക്കുക. അപ്പം 0 മൈനസ് 2 മൈനസ് 0 ഇൻറ്റു 0 ഞാൻ പറഞ്ഞു ഇതിന് നേരത്തെ പറഞ്ഞതാണ്. 0 കഴിഞ്ഞ ശേഷം എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും 0 ആയിരിക്കും. അപ്പൊ 0 എന്നിട്ട് വെച്ചു. പ്ലസ് 1 ഇൻറ്റു ആ 1 വരുന്ന റോയും കോളും ഒഴിവാക്കുക. അപ്പം 8 മൈനസ് 0 ഈക്വൽ ടു 4. ദെൻ ഏരിയ ആണ് നമുക്കറിയാതെ എന്തായിരിക്കും എപ്പോഴും പ്ലസ് ഓർ മൈനസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ 4 പ്ലസ് ഓർ മൈനസ് കൊടുക്കുക. ദെൻ ഈ ഹാഫ് നമ്മൾ എങ്ങോട്ടേക്ക് പോകും? നമ്മളെ റൈറ്റ് സൈഡിലേക്ക് പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഡിറ്റർമിനന്റ് ഉള്ള k ഇൻറ്റു 0 മൈനസ് 2 എന്ന് പറയുമ്പോൾ എന്താ? മൈനസ് 2k. ഡിറ്റർമിനന്റ് ഓഫ് മൈനസ് 2k. മൈനസ് 0 അത് മൈനസ് 0 തന്നെ കൊടുക്കാം. പ്ലസ് 8 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഇവിടെയുള്ള ഹാഫ് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇൻറ്റു 2 എന്നാവുക. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 8 എന്നായി. ദാറ്റ് ഈസ് മോഡിന്റെ ഉള്ളിൽ മൈനസ് 2k പ്ലസ് 8 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 8. ഇതിന് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് മൈനസ് 2k പ്ലസ് 8 ഈക്വൽ ടു പോസിറ്റീവ് 8ഉം മൈനസ് 2k പ്ലസ് 8 ഈക്വൽ ടു നെഗറ്റീവ് 8ഉം രണ്ടായിട്ട് മാറി ഇതിനെ വാല്യൂസിനെ കണ്ടുപിടിക്കാം. അപ്പൊ മൈനസ് 2k ഈക്വൽ ടു
8 ഓൾറെഡി റൈറ്റ് സൈഡിലുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിൽ 8 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +8 -8 ആവും. അപ്പം -2k ഈക്വൽ ടു 8 - 8 0. സോ k ഈക്വൽ ടു 0/-2 എന്ന് പറഞ്ഞാൽ 0. ദെൻ ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ -2k ഈക്വൽ ടു -8 ഓൾറെഡി ഇവിടെ ഉണ്ട്, +8 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -8 ആവും. അതായത് -2k ഈക്വൽ ടു -16. നെഗറ്റീവും നെഗറ്റീവും ക്യാൻസൽ ചെയ്തു. അപ്പൊ k ഈക്വൽ ടു എന്ത് കിട്ടി? 16/2 ഈക്വൽ ടു 8. k ന്റെ വാല്യൂസ് എന്തൊക്കെയാണ്? therefore k ഈക്വൽ ടു 0, 8. അപ്പൊ k ക്ക് രണ്ട് വാല്യൂസ് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find the equation of the line joining 3, 1 and 9, 3 using determinants. നമുക്ക് ഇവിടെ രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് 3 പോയിന്റ്സ് ഉണ്ടെങ്കിലേ നമുക്ക് ഏരിയ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് പോയിന്റ് a ഈക്വൽ ടു 3, 1 കൊടുക്കാം. സെക്കൻഡ് പോയിന്റ് b ഈക്വൽ ടു 9, 3 എന്നും കൊടുത്തു. നമുക്ക് തേർഡ് പോയിന്റ് നമുക്ക് തന്നിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക? x, y എന്നായിട്ട് എടുക്കാം. ലെറ്റ് p of xy be any point on the line joining be any point on the line joining a of 3, 1 and b of 9, 3. അത് നമുക്കറിയാം ഈ എയും ബിയും ഒരേ ലൈനിലാണ്. അപ്പൊ പിയും സെയിം ലൈനിൽ തന്നെയാണെങ്കിൽ ഈ എ ബി പി എന്ന് പറയുന്നതാണ് കൊളീനിയർ ആണ്. കൊളീനിയർ ആണെങ്കിൽ ഇതിന്റെ ഏരിയ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമുക്ക് ഇതിന്റെ ഏരിയ കാണാം. ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 3, 1 half into 3, 1, 1 3, 9, 3, 1 and x, y, 1. Then equal to നമുക്ക് 0. കാരണം നമുക്കറിയാം 3 പോയിന്റ്സും സെയിം ലൈനിലാവുന്ന സമയത്ത് അതിന്റെ ഏരിയ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമ്മൾ ഇതിന്റെ ഏരിയ കാണാൻ പോവാണ്. അപ്പൊ ഹാഫ് ഇൻറ്റു 3 into 1 3 minus 5 into 1 y minus 1 into ആ റോയും കോഡ് ഒഴിവാക്കുക. അപ്പൊ 9 minus x into 1 x plus 1 into ആ റോയും കോഡ് ഒഴിവാക്കുക. 9y minus 3x equal to 0. Then ഹാഫ് ഈ സൈഡിലേക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് 0ന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് എന്താവും? ഇത് 0 ആവും. സോ മോഡുലസ് ഓഫ് 3 into 3 minus y minus 1 into 9 minus x plus 1 into 9y minus 3x equal to 0 എന്നായി. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? മൾട്ടിപ്ലൈ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ 3 into 3 9 minus 3y minus 9 minus into minus plus x plus 9y minus 3x equal to 0 എന്ന് കിട്ടും. അതായത് 9 minus 9 0, 3y minus 3y plus 9y 6y. x ഉം minus x ഉം minus 2x equal to 0. അതായത് 6y equal to 2x അല്ലെങ്കിൽ നമുക്ക് ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 3y minus x is equal to 0 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻവേഴ്സ് കാണാനാണ്. നമുക്കറിയാം ഇൻവേഴ്സ് കാണണമെങ്കിൽ നമ്മൾ മെട്രിക്സിന്റെ 2/2 മെട്രിക്സ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എങ്ങനെ കാണാം? ഫസ്റ്റ് ഫൈൻഡ് മൈനർ, ദെൻ കോഫാക്ടർ, ദെൻ അഡ്ജോയിന്റ്, ദെൻ എ ഇൻവേഴ്സ്. അപ്പം മൈനർ കാണുന്നത് എങ്ങനെയാ? നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. എ ഈക്വൽ ടു -1 5 -3 2. അപ്പം എ എന്നുള്ള മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇതിന്റെ മൈനർ കാണും. അപ്പം മൈനർ ഓഫ് എ m11 ഈക്വൽ ടു ഓപ്പോസിറ്റ് നമ്പർ എടുത്ത് എഴുതാം. അപ്പൊ -1ന്റെ ഓപ്പോസിറ്റ് 2, m12 എന്ന് പറയുമ്പോൾ 5ന്റെ ഓപ്പോസിറ്റ് -3, m21 -3ന്റെ ഓപ്പോസിറ്റ് 5, m22 2ന്റെ ഓപ്പോസിറ്റ് -1. അപ്പൊ മൈനേഴ്സ് നമുക്ക് കിട്ടി. ദെൻ ഇനി കോഫാക്ടർ കാണാം. കോഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോഫാക്ടർ ഓഫ് എ കാണുക എങ്ങനെയാ മക്കളെ? -1 all raised to I plus j into mij. ഈ ഇക്വേഷനിൽ കൊടുക്കുക, കോഫാക്ടേഴ്സ് കാണാം. അപ്പോൾ കോഫാക്ടർ കാണാൻ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റർ എ ആയിട്ടാണ്. അപ്പം 1 ഈക്വൽ ടു
-1 all raised to, നമുക്കറിയാം 1 + 1 എന്ന് പറയുമ്പോൾ 2 ആണ്, ഇൻറ്റു 2. -1ന്റെ സ്ക്വയർ ഈവൻ നമ്പേഴ്സ് വരുമ്പോൾ അത് പോസിറ്റീവും ഓഡ് നമ്പേഴ്സ് വരുമ്പോൾ അത് നെഗറ്റീവും ആയിരിക്കും. അപ്പോൾ പ്ലസ് ആണ് ഇവിടെ വരിക. പ്ലസ് ഇൻറ്റു 2 2. അടുത്തത് A12 എന്ന് പറയുമ്പോൾ -1 all raised to 1 + 2 3 ഇൻറ്റു -3. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഇവിടെ -1 all raised to 3 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ഇൻറ്റു -3 എന്ന് പറയുമ്പോൾ 3 ആയി. അടുത്തത് A21 ഈക്വൽ ടു -1 all raised to 2 + 1 3 ഇൻറ്റു 5. ഇത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ മൈനസ് ഇൻറ്റു 5 -5. നെക്സ്റ്റ് A22 എന്ന് പറഞ്ഞാൽ -1 all raised to 2 + 2 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു -1. ഇത് ഓൾറെഡി നമുക്കറിയാം ഈവൻ നമ്പർ വന്നതിനോട് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ഇൻറ്റു -1 -1. Therefore, cofactor of A ഈക്വൽ ടു എന്ത് കിട്ടി നിങ്ങൾക്ക്? 2 3 -5 -1 എന്ന് കിട്ടി. നെക്സ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കണം. കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിന്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? കോഫാക്ടർ ഓഫ് എ എന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയിരിക്കുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുക. 2 3 -5 -1. നമുക്ക് എന്ത് കിട്ടി? ഇപ്പം അഡ്ജോയിന്റ് കിട്ടി. നെക്സ്റ്റ് നമ്മൾ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പം എ ഇൻവേഴ്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക? 1 / ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ. സോ നമ്മൾ ഇവിടെ എന്ത് കണ്ടുപിടിക്കാനുണ്ട്? ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കാനുണ്ട്. അപ്പം നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡിറ്റർമിനന്റ് എ. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 × 2 -2 -3 × 5 -15. That is equal to -2 minus into minus plus 15. That is equal to 13. Adjoint determinant A കിട്ടി. Then A inverse equal to 1/13. That is 1 / determinant A. That is 1/13 into adjoint A. 2 -5 3 -1. Okay. ഇങ്ങനെയാണ് നമ്മൾ 2/2 മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ചില സമയത്ത് നിങ്ങൾക്ക് മൊത്തമായിട്ട് കാണാനുണ്ടാവില്ല, ചിലപ്പോൾ കോഫാക്ടർ വരെ കാണാനുണ്ടാവുള്ളൂ. നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പിന്റെ എവിടെയാണോ നിങ്ങൾക്ക് അവിടെ വരെ ചെയ്യാം. ചില സമയത്ത് ഇൻവേഴ്സ് കാണാനുണ്ടാവും. ഇൻവേഴ്സ് കാണണമെങ്കിൽ ഇത്രയും സ്റ്റെപ്സ് കണ്ടുപിടിക്കണം. അതായത് മൈനർ, കോഫാക്ടർ, അഡ്ജോയിന്റ്, ദെൻ എ ഇൻവേഴ്സ്. അറിയാലോ, മൈനർ ഓപ്പോസിറ്റ് നമ്പർ എടുത്ത് എഴുതാനാണ്. കോഫാക്ടർ എങ്ങനെയാ കാണുക? -1 all raised to i + j into mij കൊടുക്കുക. അതിനുശേഷം കിട്ടുന്ന മെട്രിക്സ് കോഫാക്ടർ മെട്രിക്സ് ആയിരിക്കും. ഇതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് അഡ്ജോയിന്റ് എ കിട്ടും. അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് ചെയ്താലാണ് ഇൻവേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് സെയിം ക്വസ്റ്റ്യൻ നമുക്ക് 3/3 മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാം. ക്വസ്റ്റ്യൻ എഴുതാം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് 213 4 - 1 0 -7 2 1. അപ്പോൾ ഈ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്തൊക്കെ കാണണം? മൈനർ കാണണം, കോഫാക്ടർ കാണണം, അഡ്ജോയിന്റ് കാണണം, ദെൻ അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് കാണണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ മൈനർ എഴുതാൻ പോവാണ്. അപ്പൊ നോക്കാം. M11 ഈക്വൽ ടു M11 എന്ന് പറഞ്ഞാല് ആദ്യത്തെ എലമെന്റ് വരുന്ന ഡ്രോയിങ് കോൾ ഒഴിവാക്കിയിട്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ അതിന്റെ ആൻസർ, അതായത് -1 × 0 -1 × 1 -1 -2 × 0 0. That is equal to -1. Then M12 equal to M12 എന്ന് പറയുന്ന എലമെന്റ് A12 എന്ന് വരുന്ന എലമെന്റിന്റെ ഡ്രോയിങ് കോൾ ഒഴിവാക്കുക. അതായത് 4 × 1 4 -7 × 0 0. That is equal to 4. Next M13 equal to തേർഡ് 13 എന്നുള്ള എലമെന്റ് വരുന്ന ഡ്രോയിങ് കോൾ ഒഴിവാക്കുക. 4 × 2 8 -7 × -1 അതായത് 7. That is equal to 8 - 7 1. Then M13 കഴിഞ്ഞു. Then M21 എന്ന് പറയുമ്പോൾ 4 വരുന്ന എലമെന്റ് ഡ്രോയിങ് കോൾ ഒഴിവാക്കുക. അപ്പോൾ 1 × 1 1 -2 × 3 6. That is equal to -5. Then M22 കണ്ടുപിടിക്കുക. M22 എന്ന് പറയുമ്പോൾ 2 -
minus 21, that is equal to 23. Then M23. M23 equal to third വരുന്ന അതായത് 1 3 വരുന്ന റോയും കോളും ഒഴിവാക്കാം. അപ്പോൾ 4 minus 7, that is equal to 11. Then M31. 1 എന്ന് വരുന്ന എലമെന്റിന്റെ റോയും കോളും ഒഴിവാക്കുക. അപ്പം 1 into 0, 0 minus 3, that is equal to 3. Then M32. M32 എന്ന് പറയുമ്പോൾ ഈ ഒരു 2 എന്നുള്ള എലമെന്റിന്റെ റോയും കോളും ഒഴിവാക്കുക. അപ്പം 2 into 0, 0 minus 4 into 3, 12, that is equal to minus 12. Then M33. M33 എന്ന് പറയുമ്പോൾ തേർഡ് അതായത് 1 വരുന്ന റോയും കോളും ഒഴിവാക്കുക. അപ്പൊ -2 minus 4 into 1, 4, that is equal to minus 6. ഇനി നമ്മൾ ഇതിന്റെ ഒക്കെ കോഫാക്ടർ കണ്ടുപിടിക്കുക. അതായത് A11 equal to -1 all raised to 1 plus 1, 2 into ഈ എലമെന്റ് -1. നമുക്കറിയാം ഇത് പോസിറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് ഇൻറ്റു -1 എന്ന് കിട്ടി. Then A12 equal to -1 all raised to 1 plus 2, 3 into 4. നമുക്കറിയാം ഇത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നെഗറ്റീവ് ഇൻറ്റു 4, -4. Then A13 equal to -1 all raised to 4 into 1. ഇത് പോസിറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് ഇൻറ്റു 1, 1. Then A21 equal to -1 all raised to 3 into ആ എലമെന്റ് -5 ആണ്. പക്ഷെ നെഗറ്റീവ് ഇവിടെ ഓഡ് നമ്പർ വന്നുകൊണ്ട് ഇത് നെഗറ്റീവ് ആയിരിക്കും. മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ്, അതായത് +5. നെക്സ്റ്റ് A22 അതായത് -1 all raised to 4 into 23. അപ്പൊ അത് പോസിറ്റീവ് ആണ്. അപ്പം +23. Then A23 എന്ന് പറയുമ്പോൾ -1 all raised to 5 into 11. അപ്പൊ ഇവിടെ 5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ മൈനസ് ഇൻറ്റു 11, -11. അടുത്തത് A31 equal to -1 all raised to 3 plus 1, 4 into 3. ഇത് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ഇൻറ്റു 3, plus 3. അടുത്തത് A32 equal to -1 all raised to 5 into എലമെന്റ് -12 ആണ്. നമുക്കറിയാം 5 ആയതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും. മൈനസ് ഇൻറ്റു -12, +12. അടുത്തത് A33 equal to -1 all raised to 6 into ആ എലമെന്റ് -6 ആണ്. ഇത് പോസിറ്റീവ്, അതായത് 6 ആയതുകൊണ്ട് ഇത് പോസിറ്റീവ് ഇൻറ്റു -6, -6. നമുക്ക് എന്തൊക്കെ കിട്ടി? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? കോഫാക്ടർ ഓഫ് എ എന്നുള്ളത് -1, -4, 1, 5, 23, -11, 3, 12, -6 എന്ന് കിട്ടി. കോഫാക്ടർ ഓഫ് എ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അഡ്ജോയിന്റ് എ കണ്ടുപിടിക്കാം. നോക്കാം. അഡ്ജോയിന്റ് എ ഈക്വൽ ടു കോഫാക്ടർ ഓഫ് എ എന്നുള്ള മെട്രിക്സിന്റെ ട്രാൻസ്പോസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു -1, -4, 1, 5, 23, -11, 3, 12, -6. അപ്പൊ കോഫാക്ടർ ഓഫ് എ ട്രാൻസ്പോസ് എടുത്തു, അഡ്ജോയിന്റ് കിട്ടി. നെക്സ്റ്റ് എ ഇൻവേഴ്സ് കാണാനാണ്. എ ഇൻവേഴ്സ് കാണാൻ നിങ്ങൾക്ക് അറിയാം 1/ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ. അതിന് വേണ്ടി നമ്മൾ ഇനി എന്ത് കണ്ടുപിടിക്കണം? എ ഇൻവേഴ്സിലെ ഡിറ്റർമിനന്റ് എ കൂടി കണ്ടുപിടിക്കണം. അപ്പം ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു, അപ്പം നോക്കാം, 2 into -1 -0 minus 1 into 4 minus 0 plus 3 into 8 minus 7. That is equal to 2 into -1 minus 1 into 4 plus 3 into 1. That is equal to -2 minus 4 plus 3. That is equal to -6 plus 3, -3. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡിറ്റർമിനന്റ് -3 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. Therefore, A inverse equal to 1/-3 into adjoint A, അതായത് -1, 5, 3, -23, 12, 1, -11, -6 എന്ന് കിട്ടും.
ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് മൈനർ കണ്ടുപിടിക്കുക, ദെൻ കോഫാക്ടർ കണ്ടുപിടിക്കുക, അതിന് ട്രാൻസ്പോസ് എടുത്ത് നമുക്ക് അഡ്ജോയിന്റ് കിട്ടും, ദെൻ ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കുക. അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A equal to 3, 7, 2, 5. B equal to 6, 8, 7, 9. Find AB whole inverse equal to B inverse into A inverse. ഇതൊക്കെ എസ്സേക്ക് ചോദിക്കാൻ വരുന്ന ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നോക്കാം, നമുക്ക് എ ബി ഹോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം എ ബി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കാം, എ ബി ഈക്വൽ ടു ഫസ്റ്റ് എ ബി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2 into 6, sorry 3 into 6, 18 plus 7 into 7, 49, 2 into 3 into 8, 24 plus 7 into 9, 63, 2 into 6, 12 plus 7 into 5, 35, 2 into 8, 16 plus 5 into 9, 45. Then add ചെയ്യാം. 67, 87, 47, 61. എ ബി കിട്ടി. നെക്സ്റ്റ് നമ്മൾ ഈ എ ബിന്റെ ഇൻവേഴ്സ് കാണണം. ഇപ്പൊ എ ബിന്റെ ഇൻവേഴ്സ് കാണുന്ന സമയത്ത് എങ്ങനെയാ എ ബി ഹോൾ ഇൻവേഴ്സ് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം? ഇതിന്റെ മൈനർ കാണുക, കോഫാക്ടർ കാണുക, അഡ്ജോയിന്റ് കാണുക, എ ഇൻവേഴ്സ് എടുക്കുക. അപ്പം എ ബി ഹോൾ ഇൻവേഴ്സ് നമുക്ക് കിട്ടുന്നത് -1/2 into 61 minus 87 minus 47 67 എന്നാണ്. ഓക്കെ, അപ്പൊ എ ബി ഹോൾ ഇൻവേഴ്സ് കണ്ടു. ഇനി നമ്മൾ നേരത്തെ എന്താ ചെയ്യേണ്ടത്? ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് കാണാം. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബി ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അതായത് ബി എന്നുള്ള മെട്രിക്സിന്റെ മൈനർ, കോഫാക്ടർ, ദെൻ അഡ്ജോയിന്റ്, അതിന്റെ ഡിറ്റർമിനന്റ് കണ്ട് ബി ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അതിനുശേഷം ഇതേപോലെ തന്നെ എ ഇൻവേഴ്സും സെയിം സ്റ്റെപ്പ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ദെൻ നമുക്ക് എന്ത് കിട്ടും? എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് കിട്ടും. Okay. Next question. If A equal to 3, 1 minus 1, 2, then show that A square minus 5A plus 7I equal to 0. അപ്പം നമുക്ക് A തന്നിട്ടുണ്ട്, നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം എ സ്ക്വയർ കണ്ടുപിടിക്കണം. എ സ്ക്വയർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാലോ, മെട്രിക്സ് എ ഇൻറ്റു മെട്രിക്സ് എ അല്ലെ. 3, 1 minus 1, 2 into 3, 1 minus 1, 2. That is equal to 8, 5 minus 5, 3. എ സ്ക്വയർ കണ്ടുപിടിച്ചു. ദെൻ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എ സ്ക്വയർ മൈനസ് 5A പ്ലസ് 7I എന്നുള്ള ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നോക്കുക, എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 8, 5 minus 5, 3 minus 5 into A, അതായത് 3, 1 minus 1, 2 plus 7 into I എന്ന് പറയുമ്പോൾ 1, 0, 0, 1 equal to 0 എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ നോക്കാം, 8, 5 minus 5, 3 minus 5 നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 5 into 3, 15, 5 minus 5, 10 plus 7 into 7, 0, 0, 7. That is equal to 8 minus 15 minus 7. Minus 7 plus 7, 0. 5 minus 5, 0. 0 plus 0, 0. പിന്നെ ബാക്കിയുള്ള എലമെന്റ്സ് ഇതേപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? എ സ്ക്വയർ മൈനസ് 5A പ്ലസ് 7I ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി ഇതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ആൻഡ് ഹെൻസ് ഫൈൻഡ് എ ഇൻവേഴ്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അപ്പൊ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ സെയിം ക്വസ്റ്റ്യൻ, അതായത് എ സ്ക്വയർ മൈനസ് 5A പ്ലസ് 7I നമ്മൾ അവിടെ ഒന്നുകൂടി എഴുതാം.
എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i. ഈ ഒരു ഇക്വേഷനെ നമ്മൾ പ്രീ മൾട്ടിപ്ലൈങ് ബൈ എ ഇൻവേഴ്സ്, നമ്മൾ എ ഇൻവേഴ്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ നോക്കാം, എ സ്ക്വയർ ഇംപ്ലൈസ് എ സ്ക്വയർ മൈനസ് 5a ഈക്വൽ ടു, നമുക്ക് പ്ലസ് 7i റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് 7i എന്ന് കിട്ടും. ദെൻ പ്രീ മൾട്ടിപ്ലൈങ് ബൈ എ ഇൻവേഴ്സ്, അതായത് എ സ്ക്വയറിന് എ ഇൻറ്റു എ മൈനസ് 5a ഈക്വൽ ടു മൈനസ് 7i എന്നല്ലേ കിട്ടുക. പ്രീ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഒരു എ ഇൻവേഴ്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എ ഇൻവേഴ്സ് ഇൻറ്റു എ മൈനസ് 5 ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈക്വൽ ടു മൈനസ് 7 എ ഇൻവേഴ്സ് ഇൻറ്റു ഐ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സും എയും പോയി, അത് എന്തായി, എ മാത്രമായി. എ മൈനസ് ഇവിടെ 5 എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈക്വൽ ടു ഐ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 7 എ ഇൻവേഴ്സ്. അങ്ങനെ നമുക്ക് എ ഇൻവേഴ്സ് എങ്ങനെ കിട്ടും, ഈക്വൽ ടു എ മൈനസ് 5i ഡിവൈഡഡ് ബൈ മൈനസ് 7 എന്ന് കിട്ടും. അപ്പം ഇതിൽ ഇനി എന്റെ വാല്യൂ കൊടുക്കുക. അതായത് എ എന്നുള്ള മെട്രിക്സ് എന്താ മക്കളെ, 3 1 മൈനസ് 1 2 മൈനസ് 5 ഇൻറ്റു ഐ. 5 ഇൻറ്റു ഐ എന്ന് പറയുന്ന സമയത്ത് 1 0 0 1 ഹോൾ ഡിവൈഡഡ് ബൈ മൈനസ് 7. അപ്പം നമുക്കറിയാം ആ മെട്രിക്സിലെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനുശേഷം ഇത് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുക, ഡിവൈഡ് ബൈ മൈനസ് 7 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, എ ഇൻവേഴ്സ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനാണ്. അതായത് എക്സാമിൻ ദ കൺസിസ്റ്റൻസി ഓഫ് ദ സിസ്റ്റം എന്നിട്ട് നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആണ് തരിക. സമയത്ത് നമ്മൾ ഡിറ്റർമിനന്റ് എ ചെക്ക് ചെയ്യുക. ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ എ എന്നുള്ള മെട്രിക്സ് നമ്മൾ നോൺ സിംഗുലർ ആണെന്ന് പറയും. അതായത് എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയും. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 2, 2x പ്ലസ് 3y ഈക്വൽ ടു 3. അപ്പം ഈ ഒരു മെട്രിക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, എ ഈക്വൽ ടു ഇതിന്റെ കോഫിഷ്യൻസ് മാത്രം എടുത്ത് എഴുതാം. അതായത് എക്സിന്റെ കോഫിഷ്യന്റ് 1, വൈന്റെ കോഫിഷ്യന്റ് 2, എക്സിന്റെ കോഫിഷ്യന്റ് 2, വൈന്റെ കോഫിഷ്യന്റ് 3. അപ്പം എ എന്നുള്ള മെട്രിക്സ് ആയിട്ട് നമുക്ക് 1 2 2 3 എന്ന് കിട്ടി. നെക്സ്റ്റ് എക്സ് എന്നുള്ള മെട്രിക്സ് ആയിട്ട് എടുക്കുന്നത് നമ്മൾ അതിന്റെ എന്തൊക്കെ വേരിയബിൾസ് ഉണ്ടോ അതിനെയാണ്, അതായത് എക്സും വൈയും. നെക്സ്റ്റ് നമ്മൾ ബി എന്നുള്ള മെട്രിക്സ് ആയിട്ട് എടുക്കുന്നത് അതിന്റെ കോൺസ്റ്റൻസ് എന്തൊക്കെയാണോ അതിനാണ് ബി എന്നുള്ള മെട്രിക്സ് ആയിട്ട് പറയാം. അതായത് ആദ്യത്തതിന്റെ കോൺസ്റ്റന്റ് 2ഉം രണ്ടാമത്തതിന്റെ കോൺസ്റ്റന്റ് 3ഉം ആണ്. നമ്മൾ ഇവിടെ നോക്കാം, ഡിറ്റർമിനന്റ് എ കാണാം. ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 1 ഇൻറ്റു 3 3 മൈനസ് 2 ഇൻറ്റു 2 4, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1. അപ്പോൾ 3 മൈനസ് 4 ഈക്വൽ ടു മൈനസ് 1 കിട്ടി, നോട്ട് ഈക്വൽ ടു 0. Therefore A is non-singular. Therefore A is non-singular. That is A inverse exists. A inverse exist ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് നോക്കിയാൽ അത് ഡിറ്റർമിനന്റ് 0 ആണോ നോക്കുക. 0 അല്ലെങ്കിൽ അതെന്താണ്, നോൺ സിംഗുലർ ആണ്, A inverse exist ചെയ്യുന്നുണ്ടെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ യൂസിങ് മെട്രിക്സ് മെത്തേഡ് എന്നാണ് ക്വസ്റ്റ്യൻ തരിക. മെട്രിക്സ് മെത്തേഡ് എന്ന് പ്രത്യേകം തന്നിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നോക്കാം, 5x മൈനസ് 5x പ്ലസ് 2y ഈക്വൽ ടു 4, 7x പ്ലസ് 3y ഈക്വൽ ടു 5. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ നോക്കുക, ഇതിൽ എ എന്നുള്ള മെട്രിക്സ് ആയിട്ട് നമുക്ക് ഇതിന്റെ ഇക്വേഷൻ തന്നിരിക്കുന്ന എക്സിന്റെയും വൈന്റെയും കോയിഫിഷ്യൻസ് എഴുതാം. അപ്പൊ നോക്കാം, 5 2 7 3. ദെൻ എക്സ് എന്നുള്ള മെട്രിക്സ് ആയിട്ട് ഇതിലെ വേരിയബിൾസ് എഴുതാം, അതായത് എക്സും വൈയും. ദെൻ ബി എന്നുള്ള മെട്രിക്സ് ആയിട്ട് നമുക്ക് ഇതിന്റെ കോൺസ്റ്റൻസിന് എഴുതാം, അതായത് 4 5. ദെൻ ഡിറ്റർമിനന്റ് ചെക്ക് ചെയ്യാം. ഡിറ്റർമിനന്റ് ഈക്വൽ ടു 5 ഇൻറ്റു 3 15 മൈനസ് 7 ഇൻറ്റു 2 14, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 1 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. Therefore A is non-singular. A is non-singular. That is A inverse exists. A inverse exist ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, A inverse കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ അറിയാം, നമ്മൾ ചെയ്തതാണ് A inverse 2/2 മാട്രിക്സിന്റെ A inverse കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എന്തൊക്കെ ചെക്ക് ചെയ്യണം, മൈനർ എഴുതണം, കോഫാക്ടർ എഴുതണം, ഡിറ്റർമിനന്റ് കാണണം, ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് A ബൈ ഡിറ്റർമിനന്റ് കണ്ടെത്തുക,
അങ്ങനെയാണ് നമ്മൾ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക അല്ലെ. അപ്പൊ നോക്കുക, ഫസ്റ്റ് വൺ നമ്മൾ ആദ്യം തന്നെ മൈനർ കാണുക. അപ്പൊ മൈനർ കാണുന്ന സമയത്ത് നമുക്കറിയാം M11 ഈക്വൽ ടു 3, M12 ഈക്വൽ ടു 7, M21 ഈക്വൽ ടു 2, M22 equal to 5. Then A11, A12, A13, A21, A22 ഇത്രയും കണ്ടുപിടിക്കുക. അതായത് M11 എന്ന് പറയുമ്പോൾ +3, A12 എന്ന് പറയുമ്പോൾ -7, A21 എന്ന് പറയുമ്പോൾ -2, A22 എന്ന് പറയുമ്പോൾ 5. അതായത് കോഫാക്ടർ ഓഫ് A ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3 -7 2 -2 5 എന്ന് കിട്ടി. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ അഡ്ജോയിന്റ് എ കാണുക. അഡ്ജോയിന്റ് എങ്ങനെയാ കാണുക? 3 -7 -2 5. അതായത് ട്രാൻസ്പോസ് എടുത്തു. ദെൻ ഡിറ്റർമിനന്റ് എ കാണണം. ഡിറ്റർമിനന്റ് എ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 1 ആണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. Therefore എ ഇൻവേഴ്സ് എങ്ങനെ കാണാം? അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എ. ദാറ്റ് ഈസ് ഈക്വൽ ഡിറ്റർമിനന്റ് എ 1 ആയതുകൊണ്ട് നമുക്ക് അഡ്ജോയിന്റ് എന്റെ മെട്രിക്സ് മാത്രം എടുത്ത് എഴുതിയാൽ മതി. 3 -2 -7 5. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഡിറ്റർമിനന്റ് കാണാനുള്ളത്, അതുപോലെ 2x2 മെട്രിക്സിൻ്റെത്, 3x3 മെട്രിക്സിന്റെ കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്ക് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഉണ്ടാവും. ഹാഫ് ഇൻറ്റു മോഡ് x1y11, x2y21, x3y31 അതിൽ കൊടുക്കുക. ദെൻ ഏരിയ കാണുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ പ്ലസ് ഓർ മൈനസ് നമ്മൾ എന്തായാലും ഇട്ടിരിക്കണം. അത് ഏരിയ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് പ്ലസ് ഓർ മൈനസ് സൈൻ ഇട്ടിരിക്കണം. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കൺസിസ്റ്റന്റ് ആണോ അല്ലേ എന്നുള്ളത്. അപ്പൊ അതും ചെക്ക് ചെയ്യാൻ ഞങ്ങൾ ഇപ്പൊ പഠിച്ചു. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം.